ഏഞ്ചൽ ജാസ്മിനെ ഇല്ലാതാക്കിയത് വിത്ത് പാകിയ പിതാവും പെറ്റുപോറ്റിയ മാതാവും ചേർന്നു. ഇതെന്തൊരു കഥയാണിത്? ഒട്ടേറെ കൊലപാതകങ്ങൾ കേട്ട നമുക്കൊന്നും ഇത്തരമൊരു വാർത്ത ഇതിനു മുമ്പ് കേൾക്കാൻ സാധിച്ചില്ല. കാരണം ദിവസങ്ങൾ കൂടുന്തോറും മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാഠിന്യം എത്ര ഭീകരമായി മാറുന്നു എന്ന് നോക്കൂ. സ്വന്തം മകളെ പിതാവും മാതാവും ചേർന്ന് കൊലപ്പെടുത്തിയത് മകൾ ഇടയ്ക്കിടെ പുറത്തു പോകുന്നത് കൊണ്ട് അതിന് വരെ പ്രേരിപ്പിച്ചതും നാട്ടുകാരിൽ ചിലർ മകളുടെ ഈ രാത്രിയുള്ള സഞ്ചാരം അത്ര ശരിയല്ല എന്നുള്ള കാര്യം പിതാവിനോട് പറഞ്ഞതും. ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ ഏഞ്ചൽ ജോണിനെ കൊലപ്പെടുത്തിയത് സ്വന്തം അച്ഛനും അമ്മയും. ഇതിൻ്റെ കാരണം മകൾ വൈകി വരുന്നത് കൊണ്ട് മാത്രമാണോ, അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ദുരൂഹതയാണ് ഈ കേസ് മുന്നോട്ട് വെക്കുന്നത്. അച്ഛൻ കഴുത്തിൽ തോർത്തിട്ടപ്പോൾ അമ്മ കൈകൾ പിടിച്ചു വെച്ചു എന്നുള്ള കാര്യം എങ്ങനെയാണ് ഒരു മാതാവിനും പിതാവിനും വിശ്വസിക്കാനാകുന്നതും ഉൾക്കൊള്ളാൻ കഴിയുന്നതും? സ്വന്തം മകളായ ജാസ്മിനെ ഫ്രാൻസിസ് കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഭാര്യയും ഏഞ്ചലിൻ്റെ അമ്മയുമായ ജെസിമോൾ ഇതിന് ഭർത്താവിനെ സഹായിച്ചു എന്നുള്ള കാര്യവും ഇതിൻ്റെ കാരണമായി പറയുന്ന വീട്ടിൽ നിന്ന് പുറത്തു പോയതിനെ ചൊല്ലിയുള്ള തർക്കമെന്നും പറയുന്നത് സത്യമായും ദുരൂഹത തന്നെ ഈ കേസിൽ വരുത്തുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി ഇവരെ സഹായിച്ചതിൻ്റെ പേരിൽ ഇവരുടെ അമ്മാവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രതി ചേർക്കും. ഇതിൻ്റെ കാരണമായി ഫ്രാൻസിസ് പറഞ്ഞത് മകൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം സ്ഥിരമായി പുറത്തു പോകുന്നതാണ് തന്നെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത്. വീട്ടിലെത്തിച്ച് ജോസ്മോൻ തെളിവെടുക്കുമ്പോഴെല്ലാം വളരെ ശാന്തനായായിരുന്നു ജോസ്മോനെ കാണാൻ കഴിഞ്ഞതും. ഏഞ്ചൽ തൻ്റെ സുഹൃത്തുക്കളൊപ്പമാണ് രാത്രി പുറത്തേക്ക് പോയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 9:30-ക്ക് പുറത്തേക്ക് പോകുന്ന ഏഞ്ചൽ 10:30 ആകുമ്പോഴേക്കും വീട്ടിലെത്താറുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് ഏഞ്ചൽ പുറത്തേക്ക് പോകുന്നത്. ഇതിനു മുമ്പും ഫ്രാൻസിസ് ഏഞ്ചലിനെ പലതവണ ഇക്കാര്യത്തിൽ വിലക്കിയിരുന്നു. നാട്ടുകാരിൽ ചിലർ ജാസ്മിൻ്റെ രാത്രി യാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രി പുറത്തു പോയി വന്ന ഏഞ്ചൽ ജാസ്മിനെ അച്ഛനായ ജോസ്മോൻ ശകാരിച്ചു. ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കുമെത്തി. വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിൻ്റെ കഴുത്തിൽ ഞെരിച്ചു തുടങ്ങി. തുടർന്ന് തോർത്തിട്ട് മുറുക്കുകയായിരുന്നു. ഫ്രാൻസിസിൻ്റെ പിതാവും മാതാവുമെല്ലാം ഈ കാര്യം വ്യക്തമായി കണ്ടു നിൽക്കുകയായിരുന്നു. കൃത്യം ചെയ്യുവാൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ച തോർത്ത് പോലീസ് വീടിനോട് ചേർന്നുള്ള ഷെഡിനു മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഏഞ്ചൽ മരണപ്പെട്ടു എന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. പുലർച്ചെ 6-ന് ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരമറിയുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഓടിയെത്തിയ പ്രദേശവാസികൾ മരിച്ചു കിടക്കുന്ന ഏഞ്ചലിനെയാണ് കണ്ടത്. അപ്പോഴെല്ലാം കുടുംബം പറഞ്ഞത് മകൾ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്നാണ്. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി പിണങ്ങി 6 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം.